Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു മക്രോണി റെസിപ്പിയാണ്. ചീസി മസാല മക്രോണി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. മക്രോണി വേവിക്കാൻ ഞാനിവിടെ ഒരു ചെമ്പിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 5 കപ്പ് മക്രോണിയാണ് ഞാൻ വേവിക്കുന്നത്. 5 കപ്പ് മക്രോണിക്ക് 12 കപ്പ് വെള്ളം വെച്ച് കൊടുക്കണം. വെള്ളം കുറഞ്ഞു പോയാൽ മക്രോണി നല്ല ശരിയായി കിട്ടൂല നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്രോണി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ മക്രോണി റെഡിയാവും. അതിൽ കൂടുതൽ വെക്കണ്ട. കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ മക്രോണി പൊടിഞ്ഞു പോവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. അരിപ്പയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ചുകൂടി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം ഓയിലും എടുക്കാം. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. ഹോം മെയ്ഡ് ബട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീൻസ് കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തത് ഇവ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇപ്പോൾ ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതുപോലെ. ഇനി ഇത് ബട്ടറിൽ നിന്നൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വലിയ ടൊമാറ്റോ വേവിച്ച് മിക്സിയിലൊന്ന് എടുത്തതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു 5-6 മിനിറ്റ് വെജിറ്റബിൾസ് ഒന്ന് വേവാൻ വേണ്ടി മൂടി വെക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. മാഗിയുടെ ചിക്കൻ ക്യൂബ് 2 എടുക്കുന്നതെങ്കിൽ 2 എടുക്കുക. കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ 1 ചേർത്ത് കൊടുത്തത്. ഇനി ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ്, ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അധികം പ്രഷറിൽ മിക്സ് ചെയ്യേണ്ട, അപ്പോൾ മക്രോണി പൊടിഞ്ഞു പോവും. മക്രോണി ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. മക്രോണി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വേണം മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാൻ. ഏകദേശം മൊസറല്ല ചീസിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റിൽ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂടിൽ തന്നെ മൊസറല്ല ചീസ് നന്നായി മെൽറ്റായി കിട്ടും. മൊസറല്ല ചീസിന് പകരം നിങ്ങൾക്ക് ക്രീം ചീസും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചൂടോടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്, ചീസൊക്കെ ചേർത്തത് കൊണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ചീസ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി മക്രോണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ചീസൊക്കെ ചേർത്തതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്